നമസ്കാരം. സിറിയയിലെ ഇടപെടലിൽ തങ്ങൾ തോറ്റു തുന്നമ്പാടി എന്ന കുറ്റസമ്മതവുമായി ഇറാനിലെ മുതിർന്ന സൈനിക ജനറൽ. സിറിയയിൽ ഇറാൻ്റെ സൈനിക പ്രതിനിധിയായി ചുമതല വഹിച്ചിരുന്ന വളരെ ഉന്നതനായ ഒരു സൈനിക ജനറൽ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ബ്രിഗേഡിയർ ജനറൽ ബഹ്റൂസ് എസ്ബാറ്റിയാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഒരു പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സിറിയയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല പറയേണ്ടത്, നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു അഥവാ തോറ്റു തുന്നമ്പാടി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. സിറിയയിൽ ഒരു തരത്തിലും നമുക്ക് ഇടപെടാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി എന്നാണ് എസ്ബാറ്റി ഇപ്പോൾ പറയുന്നത്. ഇതിന് നിരവധി കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സിറിയയിൽ അന്ന് ഏകാധിപതിയായിരുന്ന ബാഷർ അൽ അസദ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായ വിമതന്മാരുടെ മുന്നേറ്റം തടയുന്നതിനായി ഇറാൻ്റെ സഹായം തേടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇറാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ അതിശക്തമായ ആക്രമണത്തെക്കുറിച്ചും അവർ ബോധവാന്മാരായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എസ്ബാറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ സൈന്യത്തിന് കാര്യമായ ഒരു ഇടപെടലും സിറിയയിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ദീർഘകാലം ഇറാൻ്റെ സൈനിക പ്രതിനിധിയായി സിറിയയിൽ താമസിച്ചിരുന്ന ആളാണ് ഈ ജനറൽ എസ്ബാറ്റി. സിറിയയിലെ അന്നത്തെ മുതിർന്ന എല്ലാ പ്രമുഖരുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പ്രസിഡന്റ് അസദുമായും മറ്റ് സൈനിക മേധാവികളുമായും എല്ലാം തന്നെ നല്ല ബന്ധമാണ് ഇയാൾ പുലർത്തിയിരുന്നത്. ഇറാൻ തങ്ങളുടെ സൈനിക സഹായങ്ങളും തീവ്രവാദികളെ സഹായിക്കുന്നതിനും എല്ലാം തന്നെ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി കൂടിയാണ് എസ്ബാറ്റി. എന്നിട്ട് ആ എസ്ബാറ്റിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റം ഏറ്റുപറയുന്നത്. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ പോലും സിറിയയിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വലിയ കാര്യമായി വിശേഷിപ്പിച്ചിരുന്നില്ല. അതൊരു സാധാരണ കാര്യം മാത്രമാണ് എന്നാണ് അന്ന് പെഷസ്കിയാനൊക്കെ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ എസ്ബാറ്റി പറയുന്നത് ഇറാനാണ് ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ തിരിച്ചടി ഏറ്റത് എന്നാണ്. സിറിയയിലാണെങ്കിലും ലെബനാണെങ്കിലും എല്ലാം തന്നെ അവിടുത്തെ തീവ്രവാദ സംഘടനകളെയും സ്വേച്ഛാധിപത്യ ഭരണത്തെയൊക്കെ തന്നെ സഹായിച്ചിരുന്നത് ഇറാനായിരുന്നു. സിറിയയിലെ തുറമുഖങ്ങളിലൂടെ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലൂടെയൊക്കെ തന്നെ ഇറാൻ തീവ്രവാദികൾക്കായി ആയുധങ്ങൾ എത്തിച്ചിരുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഒന്നും സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ എസ്ബാറ്റി പറയുന്നത്. ഇറാന് സമീപത്തുള്ള അമേരിക്കയുടെ വ്യോമ കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചില്ല എന്ന ചോദ്യത്തിന് അത് ഇനി സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നാണ് എസ്ബാറ്റി നൽകിയ മറുപടി. കാരണം ഇറാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. മാത്രവുമല്ല, ഇനി ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്നും എസ്ബാറ്റി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. കാരണം അമേരിക്കയിൽ നിന്നുള്ള താഡ് മിസൈൽ പ്രതിരോധ സിസ്റ്റം ഉൾപ്പെടെ, അതുപോലെ ഇസ്രായേലിൻ്റെ തന്നെ സ്വന്തം അയൺ ഡോം സംവിധാനം ഉൾപ്പെടെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്നും, അമേരിക്ക നൽകിയ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇസ്രായേലിൻ്റെ തന്നെ സ്വന്തം അയൺ ഡോം പ്രതിരോധ സംവിധാനവും എല്ലാം ഒരുക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ കാത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇറാൻ്റെ സർവ്വവിധ സന്നാഹങ്ങളും തകർന്നിരുന്നു. അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനവും റഡാറുകളും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. പല വട്ടം ഇസ്രായേൽ സൈന്യം അവിടെ എത്തി ആക്രമണം നടത്തിയിരുന്നു. അതിനൊന്നും തന്നെ പ്രതിരോധിക്കാൻ അന്ന് ഇറാനൊട്ട് കഴിഞ്ഞതുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും എല്ലാം തന്നെ ഇസ്രായേൽ തകർത്തിരുന്നു എന്നാണ്. എസ്ബാറ്റി പ്രസംഗത്തിലുടനീളം സിറിയൻ പ്രസിഡന്റ് അസദിനെ വിമർശിക്കുന്നുമുണ്ട്. അസദ് വലിയ തോതിൽ അഴിമതിയും തട്ടിപ്പുമെല്ലാം നടത്തിയതിന് ശേഷമാണ് രക്ഷപ്പെട്ടത് എന്നും, ഇത്തരത്തിലുള്ള ഒരാളിനെ സംരക്ഷിക്കേണ്ട ഗതികേട് ഇറാന് വന്നു എന്ന രീതിയിലുമൊക്കെയാണ് ഇപ്പോൾ എസ്ബാറ്റി സംസാരിച്ചത്. മാത്രവുമല്ല, റഷ്യയെ ഇയാൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. സിറിയയിൽ വിമത മുന്നേറ്റമുണ്ടായപ്പോൾ റഷ്യ ഇറാനെ അറിയിച്ചത് തങ്ങളുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ എത്രയും വേഗം സിറിയയിലേക്ക് എത്തി ഈ വിമതന്മാരെ മുഴുവൻ കൊന്നു തീർക്കും എന്നൊക്കെയായിരുന്നു. എന്നാൽ റഷ്യ ആകട്ടെ വളരെ തന്ത്രപൂർവ്വം പിൻവലിയുകയായിരുന്നു. അവർ ഒരു സൈനിക സഹായവും സിറിയയ്ക്ക് നൽകിയില്ല. നേരത്തെ അസദ് റഷ്യയിലെത്തി റഷ്യൻ നേതാക്കളെ നേരിട്ട് കണ്ട് സഹായം ചോദിച്ചിരുന്ന വേളയിൽ പോലും അവർ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങളുടെ കൈവശം ആയുധങ്ങളോ സൈനികരോ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയി അവരെ നേരിടുക, ഞങ്ങൾ പിന്നീട് എത്തിക്കോളാം എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അസദ് ഒരുപക്ഷെ സിറിയയിൽ തിരിച്ചെത്തി തന്നെ സൈന്യ മേധാവികളോട് പറഞ്ഞത് റഷ്യ സഹായിക്കാൻ എത്തുമെന്ന് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അസദും അസദിൻ്റെ കൂട്ടാളികളായ സൈനിക മേധാവികളും എല്ലാം ഇരുന്നത്. എന്നാൽ വിമതർ ഇളകി വന്നതോടുകൂടി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ അസദ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എസ്ബാറ്റിയുടെ ഈ ഒരു തുറന്നടിച്ച അഭിപ്രായ പ്രകടനം ഒരുപക്ഷെ അയാൾക്ക് വിനയാകാനുള്ള സാധ്യതയുണ്ട് എന്നും കരുതപ്പെടുന്നുണ്ട്. കാരണം ഇറാനിലെ പ്രസിഡന്റ് പോലും സിറിയൻ സംഭവം ഒരു വലിയ കാര്യമല്ല എന്ന് പറയുമ്പോൾ
നമ്മൾ തോറ്റു തുന്നമ്പാടി എന്ന് അവിടുത്തെ ഒരു സൈനിക ജനറൽ തന്നെ പരസ്യമായി പ്രസംഗിക്കുന്നത് ഒരു പക്ഷേ നാളെ എസ്ബാറ്റിക്ക് വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എങ്കിലും ഇറാനിലെ ജനറലിൻ്റെ ഈ കുറ്റസമ്മതം ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഇറാൻ ഇപ്പോൾ ഏറെ ദുർബലമാണ്. അവരുടെ കയ്യിൽ ഇനി യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങൾ കൈവശമില്ല. മാത്രമല്ല, ഈ മാസം 20-ന് അമേരിക്കയിൽ ട്രംപ് പ്രസിഡൻ്റായി ചുമതലയേറ്റാൽ പിന്നെ ഇറാന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം പോലും അവർക്ക് നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എസ്ബാറ്റിയുടെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തെ ഇറാനിലെ ഭരണകൂടം തന്നെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്.